നമസ്കാരം. സത്യം പറയാമല്ലോ, ഇതുപോലൊരു എപ്പിസോഡ് ഈ ഇടക്കാലത്തൊന്നും ലാലേട്ടന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ലാലേട്ടൻ ഇന്ന് പൊളിച്ചടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിച്ചടിക്കുകയെന്ന് തന്നെ പറയും. എല്ലാവർക്കും കണക്കിന് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജാസ്മിൻ, ഒരു കുളിനാറിയായ ജാസ്മിൻ. അവള് 2 ദിവസത്തിൽ ഒരിക്കലേ കുളിക്കാറുള്ളൂ. അവളുടെ ഈ ശരീരവും അഴുക്കാണ്, മനസ്സും കൂടി അഴുക്കാണെന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി അവളുടെ ശരീരം അഴുക്കാണെന്ന്. മനസ്സിലായോ? കുളിക്കാറേ ഇല്ല. അത് നീ പോയി കുളിനാറി എന്നാലേ നല്ല ചിന്തകൾ വരത്തുള്ളൂ. ജാസ്മിനെ ഇന്ന് പൊരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് അലക്കിയിട്ടുണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ റസ്ബിന്, ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ റസ്ബിൻ അല്ല ഈ പറഞ്ഞത്, അതാണ് നോറ എന്നാ പറഞ്ഞത്. എന്റെ അടുത്ത് പറഞ്ഞ ആള് നോറ എന്നാ പറഞ്ഞത്. അവർക്ക് പേര് മാറിപ്പോയതാണ്. സത്യം പറഞ്ഞ റസ്ബിനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ ലൈവ് കാണാറുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ ലാലേട്ടന്റെ ടെമ്പർ തെറ്റി. ലാലേട്ടനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. റസ്ബിന് കുറച്ച് അഹങ്കാരം കൂടുതലാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ജിൻഡോ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഷോ ഇറക്കല്ലേ എന്ന് പറയാൻ പിന്നെ റസ്ബിന് ഒരു അധികാരമില്ല. എന്നാൽ അവിടെ ആര് നിൽപ്പുണ്ട്? അവിടെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ആങ്കർ നിൽപ്പുണ്ട്. അവരെ ഫ്രണ്ട് വെച്ച് നീ ഷോ ഇറക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? അഹങ്കാരങ്ങളൊക്കെ കുറച്ചൊന്ന് താത്ത് വെയ് എന്നുള്ളതാണ്. അപ്പോ വീണ്ടും എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ദിവസം പൊളിച്ചടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിച്ചടിക്കിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് ഓരോ വിഷ്വൽ കാണിച്ചു കൊടുത്ത് എല്ലാവരെയും കണക്കിന് കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ. ആദ്യത്തെ ഈ പറഞ്ഞ സിജോയുടെ കേസ് വെച്ച് തുടങ്ങി. എന്താണ് സിജോയുടെ കേസ്? നിങ്ങൾ ആരും ഒരൊറ്റ എണ്ണം സിജയെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. 2 പേര് മാത്രം എനിക്ക് തോന്നുന്നത്, ശ്രീരേഖയും പിന്നെ ആരാ എനിക്ക് തോന്നുന്നത്, പിന്നീട് ശരണ്യ. ഈ 2 പേര് മാത്രമേ ക്യാമറ നോക്കി സിജോയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. ബാക്കി ആരും ഒറ്റ മനുഷ്യരും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ ജാസ്മിൻ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ അത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന ആരാണ് നമ്മുടെ ലാലേട്ടൻ എടുത്തിട്ട് അലക്കുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ എല്ലാവരും ഈ പറയുന്ന അടി കിട്ടിയവനെ പോട്ട് എന്നുള്ള രീതിയിലും അടി കൊടുത്തവൻ ഹീറോയാണ്, അവൻ എന്തോ പവറാണ്, മാസാണ് എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം ഇവിടെയുള്ള അൻഷിബയ്ക്ക് കിട്ടിയിട്ടില്ല. ഈ അൻഷിബയ്ക്കാണ് അവിടെ ഏറ്റവും വലിയ കുഴുത്തിരുമ്പ്, ഏറ്റവും വലിയ പരദൂഷണ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അൻഷിബ. അവൾക്കിട്ട് കൊടുക്കണമായിരുന്നു ഒന്ന്. രണ്ടാമത്, ഇവിടെ പലരും സേഫ് ഗെയിം കളിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഞാൻ പറയുന്നു അർജുൻ ഒരുപാട് ഫാൻ ഉണ്ട്, ഒരുപാട് ഫാൻ ബേസ് കാര്യങ്ങൾ. പക്ഷെ എന്ത് തേങ്ങയാണ് അവിടെ കാണിക്കുന്നത് വെച്ചാൽ എനിക്കറിയത്തില്ല. ഒരു ബിഗ് ബോസ് റിവ്യൂവർ ആയ ഞാനൊരു ബിഗ് ബോസിനെ സ്നേഹിക്കുന്നില്ല. അവിടെ ഒന്നും ചെയ്യാതെ കുത്തിയിരുന്നു കൊണ്ട് അവനെ വോട്ട് കൊടുക്കണം, ആ ഒരു ലെവലില് എനിക്കിഷ്ടമല്ല. അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കവാന്നൊരു അക്ഷരം മിണ്ടാതെ ഒരിടത്തിരുന്ന് ലൈൻ വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ലൈൻ വഴി അങ്ങനെയെങ്കിലും ഒരു കണ്ടന്റ് അത് ഒരു പര്യാവസ്ഥാനത്തിലേക്ക് വരുന്നുമില്ല. അതുപോലെ തന്നെ ശ്രീതു, ഈ രണ്ടുപേരെ വന്നിട്ട് കൊടയണമെന്ന് അവർ കൊടയാത്തതിന് കാരണം, ഈ ലാലേട്ടനിൽ കൊടയാത്തതിന് കാരണം ഇവർ തമ്മിൽ ഒരു ലവ് ട്രാക്കിലേക്ക് വരും. അവരുടെ ആ ഒരു ഉത്സാഹം കെടുത്തണ്ട എന്ന് കരുതിയാണ് അവർ കൊടയാത്തത്. ഈ ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസോ കാണിക്കുന്ന എല്ലാത്തിനും അവരുടെ ഒരു ഗെയിം പ്ലാൻ ഉണ്ട്. അവരതിനെ ലവ് സ്ട്രാറ്റജിയിലേക്ക് അവർ പോട്ടെ, ഒരു ലവ് ഗെയിമിലേക്ക് കോംബോയിലേക്ക് അവർ പോട്ടെ എന്ന് ആരാഗ്രഹിക്കുന്നുണ്ട്? ബിഗ് ബോസ് ആഗ്രഹിക്കുന്നുണ്ട്. ശരിയാണ്, ഓക്കെ. അവിടെ അടുത്ത നമ്മുടെ ജിൻഡോ എന്ന് പറഞ്ഞ മഹാനടൻ നാക്കെടുത്ത കള്ളം മാത്രം പറയുന്ന മഹാനടനെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഉറങ്ങുന്നതും മറ്റതും മറിച്ചതും എല്ലാം വീഡിയോ സഹിതം കാണിച്ചു കൊടുത്തുകൊണ്ട് ജിൻഡോയ്ക്ക് നല്ല പണി കൊടുക്കുന്നുണ്ട്. ജിൻഡോ അവസാനം അതിനെ എന്ത് ചെയ്ത് കൗണ്ടർ ചെയ്യുന്നുണ്ട്. കൗണ്ടർ എന്ന് വെച്ചാൽ ഈ സംഭവത്തിലെല്ലാം അവൻ ഇങ്ങനെ നാണം കെട്ടിരിക്കെങ്കിലും ആ നാണക്കേട് അവന്റെ മുഖത്ത് വരുന്നില്ല. അതിനുശേഷം ജാസ്മിനെതിരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ജിൻഡോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ചകര ബുദ്ധിയുടെ കുറവുള്ളതുകൊണ്ട് എല്ലാം ഓപ്പൺ ആയിട്ട് വിളിച്ച് പറയുന്നത്. ബാത്റൂമിനകത്ത് കയറിയതും റസ്ബിനും ഈ പറഞ്ഞ നോറയായിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് എപ്പോഴും സദാസമയം ആ റൂമിൽ ഒരു ബെഡിനകത്ത് കിടക്കുന്നതും ആര് വിളിച്ച് പറയത്തുണ്ട്? ഈ പറയുന്ന പിന്നീട് ജിൻഡോ വിളിച്ച് പറയുന്നുണ്ട്. അത് കുറച്ച് ബുദ്ധിക്കുറവാണ്. പക്ഷേ ഇവിടെ ഈ പിന്നെന്താ നമ്മൾ പറയുമല്ലോ, ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ ജിൻഡോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ജിൻഡോ പറയുന്ന കറക്റ്റാണ്. ഇവർക്ക് 2 ബെഡുണ്ട്, ഇവർ ഒരു ബെഡിൽ പോയി കിടക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്ക് കുരുപൊട്ടുന്നത്? ഈ പറയുന്ന റസ്ബിന് കുരുപൊട്ടുന്നത്. റസ്ബിനെ കുരുപൊട്ടിയിട്ടൊന്നും കാര്യമില്ല. ജിൻഡോ പറഞ്ഞത് കറക്റ്റാണ്. നിങ്ങൾ 2 ബെഡ്, നിങ്ങൾക്ക് 2 അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കേണ്ട ആവശ്യം. 2 ബെഡ് ഉണ്ടല്ലോ, അവിടെ പോയി കെട്ടിപ്പിടിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യം പറയേണ്ട ആവശ്യമില്ല. അത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആയിരുന്നു. അതിനുശേഷം ബാത്റൂമിൽ വന്ന് കൊട്ടിയിട്ടുള്ള അപ്പുറത്തും ഇപ്പുറത്തും അത് മുമ്പേ ജിൻഡോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത ബാത്റൂമിൽ, അതായത് ഇവളൊരു ബാത്റൂമിൽ കയറും, തൊട്ടടുത്ത ബാത്റൂമിൽ ആര് കയറും? ഈ പറഞ്ഞ നമ്മുടെ
നമ്മുടെ കാമുകൻ കയറും. കാമുകൻ കയറി ഇവിടെ തട്ടും. ഇത് ഗബ്രിയാണോ? ഗബ്രി ആണെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. കുശു കുശുകുശാ സംസാരിക്കാം. മൈക്ക് കാണത്തില്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്യാമറയിൽ ഒളിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അതുമല്ലാന്നുണ്ടെങ്കിൽ എത്ര സംസാരിച്ചിട്ടും അവർക്ക് ഇത് മതി വരുന്നില്ല. ബാത്റൂമിനകത്ത് കയറിയും സംസാരിക്കണം എന്നുള്ളതാണ്. ഇന്ന് ജിൻഡ പറയുന്നത്, നീ ആ ബെഡ്റൂം പിന്നെ ഡ്രസ്സിംഗ് റൂമിൽ അവള് ഡ്രസ്സ് മാറ്റുന്നത് വരെ നിനക്ക് അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കാൻ നിനക്ക് നാണക്കേടൊന്നും ഇല്ലേ എന്ന് ആര് ചോദിക്കുന്നുണ്ട്? ജിൻഡ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും, എന്തോ ഒരു സംഭവം കൊണ്ട് ഞാൻ എടുത്ത് പറയണം. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് പറ ഗബ്രി നീ പറ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ എന്നുള്ളത്. ഇന്ന് ഞാൻ ഇതിൽ കണ്ടപ്പോഴാണ്, അതായത് ഈ ജാസ്മിന്റെ പുറത്ത് കയറിയിരുന്ന് മസാജ് ചെയ്യിക്കുന്ന ആരെ കാണുന്നുണ്ട്? നമ്മുടെ ഗബ്രിയെ കാണുന്നുണ്ട്. ഇതൊന്നും ഇന്നലത്തെ ഈ എപ്പിസോഡിൽ ഇന്നത്തെ കണ്ടോന്നറിയില്ല, ഞാൻ കണ്ടില്ല. കുറെ സാധനങ്ങൾ ഇന്നലെ ജയിലിനകത്ത് കിടന്ന കുറെ സാധനങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതിലൊരു സീനാണ് ഇതാണെന്ന് ഞാൻ കരുതുന്നു. അതാ ഇനി കാണിച്ചോന്ന് അറിയത്തില്ല. അതായത് ജാസ്മിന്റെ കുറുക്ക് കയറി ഇരുന്നു കൊണ്ട് അവൻ മസാജ് ചെയ്ത് കൊടുക്കണം, ഫ്രണ്ടാണ് എന്നുള്ള രീതിയിൽ. ഇന്നിപ്പോ കുറച്ചു മുമ്പ് ലൈവില് ഈ പറഞ്ഞ പോലെ ജാസ്മിൻ പറഞ്ഞത്, നീ പുറത്തിറങ്ങിയിട്ട് എന്റെ അച്ഛനെ ഒന്ന് വിളിക്കേണ്ട. അവൻ പറയുന്നത്, ഞാൻ പുറത്തിറങ്ങിയിട്ട് നീ എന്റെ അച്ഛനും അമ്മയും വിളിച്ചോ, നീ പുറത്തിറങ്ങിയാണെങ്കിൽ അവര് വളരെ വളരെ വിവരം മറ്റതൊക്കെ ഉള്ളതാണ്. അവർ തന്നെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, എന്നോട് ദേഷ്യപ്പെടുത്തൊന്നുമില്ല. നീ അങ്ങ് എന്റെ വിശദീകരണം കൊടുത്താൽ മതി എന്നുള്ളതൊക്കെ പറയുന്നത്. അതിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അവരങ്ങനെ കൈ പിടിച്ച് തടവി അതാ. പക്ഷേ നമ്മൾ ഔട്ട് ആവണമെങ്കിലോ ഉള്ള പിടുത്തമെങ്കിൽ ഇവിടെ വെച്ച് പിടിച്ചു എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും കൂടി വെപ്രാളപ്പെട്ട് തടവലായിരുന്നു ഇന്ന് ജാസ്മിനും ഗബ്രിയായിട്ട്. ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ലൈവിൽ കണ്ട സംഭവമാണ്. അപ്പം ജിൻഡയ്ക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. റസ്ബിന് പിന്നീട് എന്താണ് കൃത്യമായിട്ട് അടച്ചുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. റസ്ബിന് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു, അത് കുറച്ച് കുറയട്ടെ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ നിയമലംഘനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജാസ്മിന് നല്ല രീതിയിൽ കൊടുക്കുന്നു. പിന്നീട് ജാസ്മിൻ അവസാനം കരയുക കൂടെ ചെയ്തു. ഇങ്ങനെ കുണുകുണ ഒളിച്ച് ഈ ചെയ്യുമ്പോൾ നിനക്കൊരു കരച്ചിലുമില്ല. ഈ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകളിലൊന്നും ജാസ്മിന് ഒരു കുരുവില്ല. ഈ പറയുന്ന ലാലേട്ടൻ പറഞ്ഞപ്പോഴാണ് ഇവർക്ക് കുരു പൊട്ടിയത്. അപ്പോൾ നമ്മുടെ ഷിജോയുടെ കേസ് പറയുകയാണെങ്കിൽ, ഷിജോയെ കൊണ്ടുവരുന്നു. ഷിജോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷിജോ കണ്ട സങ്കടം തോന്നിപ്പോകും. അവന്റെ ആ സംസാരം എല്ലാം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം അവന്റെ മുഖം മാറി ഉണങ്ങി, ഇവിടെ ഇപ്പോഴും ബഡ്ജ് ചെയ്തിരിക്കുന്നു, എന്തൊക്കെ സംഭവങ്ങൾ ഇട്ടിരിക്കുന്നു പറയുന്നു. അവൻ പറഞ്ഞ ഓരോ വാക്കുകൾ, അവന്റെ അമ്മയുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, അച്ഛൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടാണ് വന്നത് എന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു സങ്കടമായിട്ട് തോന്നി. കാരണം ഇതൊക്കെ ചെയ്തിട്ടും അവിടെയുള്ളവര് ഇപ്പോഴും ഈ പറഞ്ഞ പോലെ അവനെ അല്ല, ഇപ്പോഴും ഈവൻ ഇപ്പൊ പോലും അവർക്ക് കൂറ് മൊത്തം ഈ അവിടെ കിടന്ന് ഗുണ്ടായിസം കാണിച്ചു പോയ തെരുവ് പിന്നീട് ഈ പറയുന്ന ചട്ടമ്പിമാരെ കളിക്കുന്ന ഗുണ്ടായിസ് ഇവിടെ വന്ന് കാണിച്ചു പോയ റോക്കിയാണ് അവര് സപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും മെയിനായിട്ട് പറയുകയാണെങ്കിൽ അവിടെ അൻഷിബയാണ് റോക്കിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. ഇപ്പം അവിടെ ആ വീഡിയോ കാണിച്ചപ്പോൾ അൻഷിബയ്ക്ക് ഇരുന്ന് കരയുന്നത് ഈ പറയുന്നത് ഷിജോ കണ്ടെന്നല്ല കരയുന്നത്, റോക്കി അതിനകത്ത് നിന്ന് അകത്തോട്ട് കയറി പോകുന്നില്ലേ, അത് കണ്ടാണ് അവര് കരയുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഷിജോയുടെ ഈ ഒരു സാധനം കണ്ടല്ല ഇവര് കരയുന്നത്. അൻഷിബ ആയിക്കോട്ടെ, ഈ പറയുന്ന മുടിയനായിക്കോട്ടെ, കുറെ തെണ്ടികളതിനകത്തിരിപ്പുണ്ടല്ലോ, ഈവൻ അപ്സര വരെ റോക്കി, എന്റെ റോക്കി ഭായ് പോയല്ലോ എന്ന് കരുതിയാണ് കരയുന്നത്. അല്ലാതെ ഒരു ഇടികണ്ട് കിടക്കണ അവനോടുള്ള സഹതാപമൊന്നും അല്ല. അപ്പം ആ രീതി. പക്ഷെ ഇത്തിക്കൂടി കുറച്ചും കൂടിയൊക്കെ ലാലേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളതായിരുന്നു. അത് കൃത്യമായിട്ട് ആ ഒരു വിഷയത്തിൽ ഇടപെട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളൊരു ഉത്തരം അവിടെ കൃത്യമായിട്ട് പറഞ്ഞില്ല. മനസ്സിലായോ? ഷിജോ കൈവച്ചത് തെറ്റാണോ, അങ്ങനെ കൈവച്ച നിങ്ങൾ അടിക്കാൻ പാടുണ്ടോ, അങ്ങനെ അതിനൊരു ക്ലാരിറ്റി വരുത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. എങ്കിലും ഈ പറയുന്ന അവിടെയുള്ള വീട്ടുകാർക്ക് നല്ല രീതിയിൽ ഒരു അടി എന്ത് ചെയ്തിട്ടുണ്ട്, ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് വിളിച്ചു നിർത്തി ചോദിക്കുന്നുണ്ട്. ഈ പറയുന്ന പിന്നീട് ആരാണ് നമ്മുടെ ജാസ്മിനെ ചെയ്ത് മറ്റേ തുമ്മിയിട്ട് മറ്റേ ചായ എടുക്കുമ്പോൾ തുമ്മി വീഴുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. നിനക്ക് ഹൈജീൻ വേണം. ജാസ്മിന് നല്ല നാണം കരുതിയാണ്, സ്വന്തമായിട്ട് ഹൈജീൻ വേണം, സെൽഫ് ഹൈജീൻ വേണം എന്ന് വരെ ജാസ്മിന്റെ അടുത്ത് പറയുന്നത്. കൊച്ചു കുട്ടികൾ വരെ കാണുന്ന ഷോയാണ്. അതുകൊണ്ട് വൃത്തികേടുകൾ കാണിക്കുമ്പോൾ, കാമലീലകൾ കാണിക്കുമ്പോൾ ഓർക്കുക, ഇത് കൊച്ചു കുട്ടികൾ വരെ കാണുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ വിചാരിക്കും പലതും പുറത്തു പോകുന്നില്ല എന്നാണ് നിങ്ങളുടെ വിചാരം. പക്ഷേ എല്ലാം പുറത്തു പോകുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ A+ കണ്ടന്റ് ഒന്നും ഇവിടെ കൊണ്ടുവരരുത്, കുട്ടികൾ കാണുന്നതാണെന്ന് ഇൻഡയറക്ട്ലി ആരുടെ പറയുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ജാസ്മിൻ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജാസ്മിൻ എല്ലാം കത്തുന്നുണ്ട്, മനസ്സിലായത്. ഞാൻ നാറി വെളുത്ത് തൂറിപ്പെടുത്താണ് ഇരിക്കുന്നതെന്ന് ജാസ്മിന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ റസ്പിൻ ഇന്നതാ ഈ പറഞ്ഞ ജിൻഡോയുടെ അടുത്ത് കയറി എന്തോടോ മാറണോ മറ്റേതോണോ മറിച്ചതെന്ന് പറഞ്ഞ് റസ്പിൻ കിടന്നാൽ
അലയ്ക്കുന്നുണ്ട്. പിന്നെ ഇന്നൊരു കോടതി ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനകത്ത് എന്തൊക്കെ പറഞ്ഞാൽ നോറ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. എന്തൊക്കെയായാലും ഇന്നത്തെ എപ്പിസോഡ് ഒരു ഒന്നൊന്നര എപ്പിസോഡായിരുന്നു. സൂപ്പർ ആയിരുന്നു ലാലേട്ടൻ. ഇന്നത്തെ ഈ ആഴ്ച വൈൽഡ് കാർഡ് ഒന്നും കയറിയിട്ടില്ല. ഞാൻ അന്വേഷിച്ചായിരുന്നു. നാളെയും വൈൽഡ് കാർഡ് ഒന്നും കയറുന്നില്ല. അതിനുശേഷം നാളേക്ക് ശേഷം തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കും വൈൽഡ് കാർഡുകൾ കയറുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. 4ൽ കൂടുതൽ വൈൽഡ് കാർഡുകൾ ഉണ്ടെന്നും ആൾക്കാരെ 1-2 നമുക്ക് പിടികിട്ടിയിട്ടുണ്ട്. നമുക്ക് പറയാം, പിന്നെ പറയാം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.